ഞായറാഴ്ചത്തെ ബിഗ് ബോസ് രംഗങ്ങൾ വളരെ രസകരമായിരുന്നു. ലാലേട്ടനെ ഹൗസിലുള്ളവരെല്ലാം വളരെ ആഹ്ലാദത്തോടുകൂടി സ്വീകരിക്കുകയും നല്ല രീതിയിൽ ബിഗ് ബോസ് നല്ല നിറഞ്ഞ ചിരിയോടുകൂടി പോവുകയും ഒക്കെ ചെയ്തു. വളരെ രസകരമായ രംഗങ്ങളാണ് ഹൗസിൽ ഉണ്ടായത്. അതായത് എല്ലാ മെമ്പേഴ്സിനോടും ലാലേട്ടൻ വിശേഷങ്ങൾ തിരക്കി. അതുപോലെ തന്നെ ക്യാപ്റ്റനായിരുന്ന ആര്യനെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. ആര്യനെ വിമർശിക്കേണ്ട സ്ഥലത്തെല്ലാം വിമർശിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ ജിസേലിനെ നോക്കുന്ന നോട്ടം ശരിയല്ല എന്ന് അതിനെക്കുറിച്ചും ചർച്ചകൾ വിമർശനം വരികയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഡിബേറ്റ് അവതരിപ്പിച്ചപ്പോൾ ഷാനവാസും ശരത്തും സൗഹൃദത്തെക്കുറിച്ച് ഡിബേറ്റിൽ അവർ വിഷയത്തിൽ നിന്ന് തെന്നി നീങ്ങി എന്ന് ഹൗസ് മെമ്പേഴ്സിൽ തന്നെ അഭിപ്രായമുണ്ടായി. അതിനെക്കുറിച്ച് ശാരിക അവരെ ഹോട്ട് സീറ്റിലിരുത്തി ഇൻ്റർവ്യൂ ചെയ്തു. അത് ഇന്നലത്തെ ബിഗ് ബോസിൽ നടന്ന എടുത്തു പറയത്തക്ക ഒന്നായിരുന്നു. ശാരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു മികച്ച സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. നല്ല രീതിയിൽ ശാരിക പെട്ടെന്ന് തന്നെ വന്ന് ആ ഇൻ്റർവ്യൂ ചെയ്തു. വളരെ രസകരമായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ എടുത്തു പറയത്തക്ക മറ്റൊരു രംഗമായിരുന്നു നിവിനും അക്ബറും ചേർന്ന് അവതരിപ്പിച്ച കാരിക്കേച്ചർ. അതായത് ഹൗസിലുള്ള എല്ലാവരെയും വിമർശിക്കേണ്ടവരെ വിമർശിച്ചും പുകഴ്ത്തിയും ഒക്കെ ആലപിച്ച സോങ്ങും അതിനൊപ്പം നടത്തിയ ഭാവ അഭിനയവും വളരെയധികം രസകരമായിട്ടാണ് ഇന്നലെ തോന്നിയത്. എല്ലാവരും വളരെ സന്തോഷത്തിലായി. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ശരത്ത് അപ്പാനിയോട് ലാലേട്ടൻ ചോദിച്ചു, എന്താണ് ശരത്തിന് ഇവിടെ സംഭവിച്ചത്? ശരത്ത് അവിടെ പറയുന്നത് കേട്ടല്ലോ, അതായത് ശരത്തിന് തളർച്ച, ക്ഷീണം, എന്തോ ഒരു ശരീരത്തിന് എന്തോ ഒരു പ്രത്യേകതകളൊക്കെ എന്തോ ഒരു മാറ്റം വരുന്നതായിട്ടൊക്കെ പറഞ്ഞല്ലോ, എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് അപ്പോൾ ശരത്തിനറിയാം. ശരത്ത് ഒരു കണ്ടസ്റ്റൻറ്റിനോട് പറഞ്ഞാണ്, അനുമോൾ വന്ന് എൻ്റെ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ചപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു പെട്ടെന്നൊരു അസ്വസ്ഥതകളൊക്കെ തോന്നി. അപ്പോൾ ലാലേട്ടൻ സ്വതസിദ്ധമായിട്ട് പറയുകയാണ്, അതെന്തോ പ്രേതബാധയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. ശരത്തപ്പനോ ഇല്ല ലാലേട്ട, അതൊക്കെ ചിരിച്ചുകൊണ്ട് ആണ് ശരത്തപ്പാനി പറഞ്ഞത്. പിന്നെ ഇന്നലെ അതുപോലെ ഉണ്ടായ ഒരു നല്ല രസകരമായ കാര്യമായിരുന്നു ഹൗസിൽ മഴ പെയ്തത്. ഹൗസ് മെമ്പേഴ്സ് എല്ലാം തന്നെ വളരെ സന്തോഷമായിട്ട് ആ മഴയെ സ്വീകരിച്ചു. അതുപോലെ തന്നെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കലാഭവൻ സരിക എവിക്റ്റഡ് ആയിരുന്നു. അതുപോലെ ഇന്നലത്തെ വളരെ വിഷമമായ ഒരു കാര്യമായിരുന്നു നമ്മുടെ ശാരികയും എവിക്റ്റഡായി. അങ്ങനെ എല്ലാവരും വളരെ സങ്കടകരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. ശാരിക അപ്രതീക്ഷിതമായിട്ടാണ് പോയത്. ശാരിക ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല അത്. വളരെ എല്ലാവരും ഹൗസ് മെമ്പേഴ്സ് എല്ലാം കരഞ്ഞുകൊണ്ടാണ്, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രേണു ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം രേണുവിന് എപ്പോഴും ഒരു സഹായിയായിരുന്നു, പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളായിരുന്നു ശാരിക. അപ്പോൾ അങ്ങനെ എല്ലാവരും ശാരികയുമായിട്ട് നല്ലൊരു ടീം ബന്ധം ഉണ്ടായിരുന്നു, നല്ല ഇതായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും മികച്ച ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഞായറാഴ്ചത്തേത്. ഇനി അടുത്ത ദിവസത്തേക്ക് വേണ്ടി, അടുത്ത ലാലേട്ടൻ്റെ വരവിന് വേണ്ടിയാണ് ഹൗസ് മെമ്പേഴ്സ് എല്ലാം ഒരുങ്ങുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഹൗസിൽ നടക്കുന്നത്.